ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ലൂണാർ കണക്ട് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിലിനെത്താൻ പോവാണ് ഫ്ലിപ്കാർട്ടിലൂടെ. 1500-600 രൂപയാണ് നിങ്ങളുടെ ബജറ്റ്. കൂടാതെ റൗണ്ട് ഡയൽ ഡിസ്പ്ലേ വേണം, ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആയിരിക്കണം, അതുപോലെ തന്നെ ബോട്ട് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വാച്ച് കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ ലൂണാർ കണക്ട് നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ മനസ്സിലാകുന്നതാണ്. കൂടാതെ നമ്മുടെ ചാനലിൽ ഇതിന്റെ അൺബോക്സിംഗ് ഞാൻ ഓവ്യൂ ആണെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഞാനും ഇന്ന് അത് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് അടുത്ത ദിവസം തന്നെ ഇതിന്റെ അൺബോക്സിംഗ് ഞാൻ ഓവ്യൂ ചെയ്യുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബോട്ട് ഇപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് ഇറക്കുവാണെങ്കിലും പ്രത്യേകിച്ച് സ്മാർട്ട് വാച്ചുകളിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് വെറും ഒരു രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാച്ച് വാങ്ങിക്കാം. എന്നാൽ ബാക്കി എന്ന് പറയുന്നത് സൂപ്പർ കോയിൻ വെച്ച് നമ്മൾ റെഡീം ചെയ്യണം. പക്ഷേ നമ്മൾ 1 രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. എന്നാൽ ഇത് ആദ്യത്തെ 3000 കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമാണ് ഓഫർ എന്നുള്ളത് അതിന് മനസ്സിലാക്കുക. കൂടാതെ കളേഴ്സിലേക്ക് വരുവാണെങ്കിൽ വൈറ്റ്, ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക് എന്നിങ്ങനെ 4 കളേഴ്സിലാണ് ലഭ്യമാകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കളേഴ്സിൽ ആക്ച്വലി ബോധറാവേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് സ്റ്റാപ്പിൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. 20 mm ആണോ 22 mm ആണോ എന്ന് അറിയത്തില്ല, സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. എന്നാൽ പോലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള മോഡൽസിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതിലേക്ക് കൊണ്ടുവരാം. ഉറപ്പായിട്ടും നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstoreൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ അവരിവിടെ എഴുതി വെച്ചിരിക്കുന്നത് ENX അൽഗോരിതം. നമ്മുടെ ENX ടെക്നോളജി ഉണ്ടല്ലോ, അത് തന്നെയാണ് ആ ഒരു ടെക്നോളജി ഇവിടെയും നമുക്ക് കാണാം. അതാണ് ആദ്യത്തെ ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ 1.28 ഇഞ്ചിന്റെ HD റൗണ്ട് ഡയൽ ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. 1.28 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചെറുതായിരിക്കാം. മേ ബി ഈ സാംസങ് ആക്റ്റീവ് 2 ഉണ്ടല്ലോ, ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതുപോലെയൊക്കെയാണ് എവിടെയോ ഒരു റിസംബ്ലൻസ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ കൈകളുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു വാച്ച് സ്യൂട്ട് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 550 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ. കൂടാതെ 240x240 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. 2.5D കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ വെയ്ക്ക് ഗെസ്റ്റർ ഉണ്ട്. അതായത് നമ്മൾ ഡിസ്പ്ലേ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ സ്ക്രീൻ അങ്ങോട്ട് ഓൺ ആവുന്നതാണ്. കൂടാതെ സിംഗിൾ ചിപ്പ് ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജിയുള്ള സ്മാർട്ട് വാച്ച് ആയതുകൊണ്ട് തന്നെ ബാറ്ററി നമുക്ക് കുറച്ചേ എടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ റേഞ്ച് കിട്ടും. കൂടാതെ നമുക്ക് ആ ഒരു കണക്ടിവിറ്റിയിലും അങ്ങനെ ഡിസ്കണക്ട് ഒന്നും ആവാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. കൂടാതെ ബൈലിംഗ്വൽ സപ്പോർട്ട് നമുക്ക് ഇതിനകത്തുണ്ട്. ബൈലിംഗ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മേ ബി ഹിന്ദി അല്ലെങ്കിൽ മറ്റുള്ള മലയാളമൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളാം. അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലേ കൂടുതൽ അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. ഡെയിലി ആക്ടിവിറ്റി ട്രാക്കർ ഉണ്ട്. അതുപോലെ തന്നെ സെഡൻഡറി അലേർട്സും നമുക്ക് ഇതിനകത്തുണ്ട്. കൂടാതെ 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു 100 ആണെങ്കിലും 1000+ ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയാണ് നമ്മൾ ഇടുന്നെങ്കിൽ പിന്നെ ഇതൊന്നും അങ്ങോട്ട് നോക്കാനേ പോകുന്നില്ല. 10 ദിവസമാണ് കേട്ടോ കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. കൂടാതെ 30 days ആണ് സ്റ്റാൻഡ് ബൈ. 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ അത് വെറും 3 ദിവസത്തേക്കും അങ്ങോട്ട് മാറുന്നതാണ്. വോയിസ് അസിസ്റ്റന്റ് നമുക്ക് ഇതിനകത്ത് വർക്കിംഗ് ആണ്. കൂടാതെ മറ്റുള്ള എല്ലാ സ്മാർട്ട് വാച്ചുകളിലുള്ളതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, SpO2, സ്ട്രെസ്, സ്ലീപ്പ് മോണിറ്ററിംഗ്, മെൻസ്ട്രുവൽ സൈക്കിൾ ട്രാക്കർ എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. കൂടാതെ അലാം, GPS ട്രാക്കർ, സ്റ്റോപ്പ് വാച്ച്, ക്യാമറ കൺട്രോൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്തുണ്ട് കേട്ടോ. IP68ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. സോ അത്യാവശ്യം നല്ല ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് യൂസ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നങ്ങളേ ഇല്ല. 15+ സ്പോർട്സ് മോഡ്സ് മാത്രമേ ഇതിലുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം പൊതുവെ ഇവർ 150 അല്ലെങ്കിൽ അത്രയും മുകളിൽ 100 എണ്ണം ഒക്കെ കൊടുക്കുന്നതാണ്. ഇവിടെ പക്ഷേ നമുക്ക് 15+ മാത്രമേ ഉള്ളൂ. മേ ബി എന്താ പറയുക, അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സ്പോർട്സ് മോഡ്സ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം അവർ വാങ്ങിക്കൂല എന്നുള്ളത് ആരും. അതുകൊണ്ടായിരിക്കാം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ പൊതുവെ ചെയ്യുന്ന ഓട്ടം, ചാട്ടം, സൈക്ലിംഗ്, ജമ്പിങ് അല്ലെങ്കിൽ ക്ലൈംബിംഗ് ഇതൊക്കെ തന്നെ എല്ലാത്തിലും നോർമലി നമുക്ക് ഈ ഒരു 15+ ഉണ്ടാവും. എന്താ പറയുക, ഈ ഒരു എഴുതി അല്ലെങ്കിൽ ആ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു 100 അല്ലെങ്കിൽ 150 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിന് ഒരു ആവശ്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ലൂണാർ കണക്റ്റിൽ നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1499 എന്ന് ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു. അതേപോലെ തന്നെ 1599 ഞാൻ ഇടയ്ക്ക് കണ്ടു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും 1500 ആയാലും 600 ആയാലും ഈ ഒരു വാച്ച് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമെന്ന് ചോദിച്ചാൽ സ്പെക് വൈസ് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. കൂടാതെ ഒരു ഡിസൈനും ഒക്കെ എന്തായാലും എനിക്ക് പേഴ്സണലി ഫോട്ടോ കാണുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നേരിട്ട് കാണുമ്പോഴത്തേക്ക് എന്താണ് അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ഒക്കെ എന്താണെന്നുള്ളത് പ്രോഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ഇടാൻ മറക്കരുത് അൺബോക്സിംഗ് വേണോ വേണ്ടയോ എന്നുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ലൂണാർ കണക്റ്റിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.